ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണല്ലോ. സി സെക്ഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം വെളുപ്പിനെ തന്നെ എന്നെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറി ആയിരിക്കും. അതേസമയം സി സെക്ഷൻ ആണെങ്കിൽ നമ്മൾ 1-2 ആഴ്ച ഭയങ്കരമായും ബുദ്ധിമുട്ടും, നടക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര വേദനയായിരിക്കും, അങ്ങേറ്റം വേദനയായിരിക്കും എന്നൊക്കെയാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സി സെക്ഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായ രീതിയിൽ കരഞ്ഞു ഇതൊക്കെ ഓർത്തിട്ട്. പക്ഷേ എൻ്റെ അനുഭവം നേരെ തിരിച്ചായിരുന്നു. എൻ്റെ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത്. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത അടുത്ത ദിവസം മുതൽ തന്നെ എന്നോട് കുളിക്കാനും നടക്കാനും ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ ഭയങ്കര വേദനയായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്ന് വിചാരിച്ച് എനിക്ക് വേദന ഇല്ലായിരുന്നോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല എന്നോ അല്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയും വേദനയോ ബുദ്ധിമുട്ടുകളോ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റി, വേറൊരാളുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയത് എൻ്റെ മാത്രം അനുഭവമാണ്. പലരുടെയും പല രീതിയിലാണ് പലരുടെ അനുഭവങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇനി പ്രസവിക്കാൻ പോകുന്ന അമ്മമാരോട് പറയാനുള്ളത്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് പോവുക. ഇപ്പം നോർമലാണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും അത് സഹിക്കാനുള്ളൊരു മനക്കരുത് ദൈവം നമുക്ക് തരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.